Hey guys, welcome back. Active delighting എന്നൊരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു DSLR അല്ലെങ്കിൽ മിറർലെസ്സിൽ ഫോട്ടോ എടുക്കുമ്പോൾ JPEG അല്ലെങ്കിൽ RAW ഫോർമാറ്റിലാണ് സാധാരണ ഫോട്ടോ എടുക്കാറ്. ഇതിൽ RAW ഫോർമാറ്റ് എന്ന് വെച്ചാൽ ക്യാമറ ഒരു തരത്തിലുള്ള പ്രോസസ്സിംഗ് ചെയ്യാണ്ട് സെൻസറിന് കിട്ടുന്ന എല്ലാ ഡാറ്റയും ഒരു ഫോട്ടോ ആക്കി തരുന്നതിനാണ് RAW ഫോട്ടോ എന്ന് പറയുന്നത്. അതേസമയം JPEGിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫോട്ടോ ആദ്യം ക്യാമറ ഒരു ചെറിയ പ്രോസസ്സിംഗ് ചെയ്തതിന് ശേഷമാണ് JPEGിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്റ്റീവ് ഡീലൈറ്റിംഗ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയുടെ പ്രോസസ്സിങ്ങിൻ്റെ അളവ് വ്യത്യാസം വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ഡീലൈറ്റിംഗ്. അപ്പോൾ ഇത് RAW ഫോട്ടോ എടുക്കുമ്പോൾ ബാധകമല്ല, JPEGിൽ എടുക്കുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം ഷാഡോസ് ഉള്ള ഒരു ഏരിയയാണ് ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ ആക്റ്റീവ് ഡീലൈറ്റിംഗ് ഓൺ ആക്കി കഴിഞ്ഞാൽ ക്യാമറ അത് ഇത്തിരി കൂടെ പ്രോസസ്സ് ചെയ്ത് ആ ഷാഡോസിനെ ലിഫ്റ്റ് ചെയ്ത് ഫോട്ടോയ്ക്ക് കുറച്ചുകൂടെ ഡൈനാമിക് റേഞ്ച് ഉണ്ടാവും. ഈ ആക്റ്റീവ് ഡീലൈറ്റിംഗ് എന്നുള്ള പേര് നിക്കോൺ ക്യാമറയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. കാനൺ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇതേ ഫീച്ചറിൻ്റെ പേര് ഓട്ടോ ലൈറ്റിംഗ് ഒപ്റ്റിമൈസർ എന്നാണ്. അപ്പോൾ ഒരു നിക്കോൺ ക്യാമറയിൽ എങ്ങനെയാണ് ആക്റ്റീവ് ഡീലൈറ്റിംഗ് ഓൺ ആക്കുന്നത് നമുക്ക് നോക്കാം. ഫോട്ടോ ഷൂട്ടിംഗ് മെനു എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആക്റ്റീവ് ഡീലൈറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോ, ഹൈ, വെരി ഹൈ എല്ലാം കാണാം. ഇപ്പോൾ നമുക്ക് ഹൈയിലിട്ട് ഫോട്ടോ എടുത്ത് നോക്കാം. ഈ രണ്ട് ഫോട്ടോയിൽ റൈറ്റിലുള്ളതിൽ ആക്റ്റീവ് ഡീലൈറ്റിംഗ് ഹൈയിലിട്ടിട്ടാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. റൈറ്റിലുള്ള ഫോട്ടോയിൽ ഷാഡോസൊക്കെ കുറേ കൂടെ ലിഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. രണ്ട് ഫോട്ടോയിലെ എക്സ്പോഷർ സെറ്റിങ്സ് സെയിം ആണ്. ഈ ആക്റ്റീവ് ഡീലൈറ്റിംഗ് മോഡ് നമുക്ക് വീഡിയോയിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ആക്റ്റീവ് ഡീലൈറ്റിംഗ് യൂസ് ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് പോസ്റ്റ് പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട എന്നാണെങ്കിൽ, ജസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, നേരെ കമ്പ്യൂട്ടറിലിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ ആക്റ്റീവ് ഡീലൈറ്റിംഗ് ഓൺ ആക്കുന്നത് വളരെ നന്നായിരിക്കും. അതേസമയം നിങ്ങൾക്ക് പോസ്റ്റ് പ്രോസസ്സിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ഷാഡോസൊക്കെ കമ്പ്യൂട്ടറിലിട്ട് ലിഫ്റ്റ് ചെയ്യാനുള്ള സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആക്റ്റീവ് ഡീലൈറ്റിംഗ് ഓൺ ആക്കുന്നതിലും നല്ലത് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തുകൊണ്ടും ക്യാമറ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല ക്വാളിറ്റി നമ്മൾ തന്നെ ലൈറ്റ് റൂമിലോ ഫോട്ടോഷോപ്പിലോ ഇട്ട് പ്രോസസ്സ് ചെയ്യുമ്പോഴായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആക്റ്റീവ് ഡീലൈറ്റിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി see you next time.